സിയാറോയ് വാളക മർത്തോമാ സഭാംഗമാണ്. ജേർണി ത്രൂ ദ സാംസിന്റെ 236 ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 119 153 മുതൽ 160 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവവചന പ്രകാരം ഉള്ള ഉണർവിനെ കുറിച്ചാണ് ഈ സങ്കീർത്തനങ്ങൾ പറയുന്നത്. നിങ്ങൾ അവന്റെ വാക്കുകൾ വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരന് പ്രത്യാശ നൽകിയത് എന്താണെന്ന് നിങ്ങൾ കണ്ടോ? കഷ്ടതകൾ, പീഡനങ്ങൾ, നിസ്സഹായത, വഞ്ചകക്കാരായ ശത്രുക്കൾ, വഞ്ചന എന്നിവയ്ക്കിടയിൽ അവന്റെ പ്രത്യാശ നിലനിർത്തിയത് എന്താണ്? ദൈവവചനത്തെക്കുറിച്ചുള്ള അവന്റെ സ്മരണയും ആശ്രയവുമായിരുന്നു. ഞാൻ നിന്റെ നിയമം മറക്കുന്നില്ല, നിന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ, നിന്റെ വിധികൾക്കനുസരിച്ച് എന്നെ ജീവിപ്പിക്കണമേ. നിരാശയുടെ ആഴങ്ങളിൽ നിന്ന് അവനെ ഉയർത്താനും പുനരുജ്ജീവിപ്പിക്കാനും ദൈവത്തിന് കഴിയുമെന്ന് അവൻ അറിയാമായിരുന്നു. ദൈവവചനത്തിൽ അവൻ ആ പ്രത്യാശ കണ്ടെത്തിയിരുന്നു. ദൈവവചനം ഓർക്കുമ്പോൾ അതിൽ മുഴുകുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ സഹായവും പ്രത്യാശയും പുനരുജ്ജീവനവും വരുന്നു. ദൈവത്തിന്റെ വചനത്താൽ സ്വയം നിറച്ചുകൊണ്ട് സങ്കീർത്തനക്കാർ അവന്റെ ദയയും അവന്റെ ആർദ്രമായ കരുണയും പഠിച്ചു. ദൈവത്തിന്റെ ദയയെക്കുറിച്ച് നമ്മൾ മുൻപ് പഠിച്ചത് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? അവന്റെ ദയ സൗമ്യവും മാറ്റമില്ലാത്തതും വിശ്വസ്തവുമായ സ്നേഹമാണ്. പാപങ്ങൾ, അപൂർണതകൾ, അയോഗ്യത എന്നിവയെ അവഗണിക്കുകയും ഒരു കൃപയാണത്. അതിനാൽ കരുണയ്ക്കായി താഴ്മയോടെ നിലവിളിക്കുമ്പോൾ സ്വന്തം പാപങ്ങളും കുറവുകളും മറികടക്കാൻ ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയുമെന്ന് സങ്കീർത്തനക്കാരൻ അറിയാമായിരുന്നു. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ദൈവത്തിന്റെ കരുണ മധുരവും ആർദ്രവും ആണെന്ന് അവൻ മനസ്സിലാക്കുന്നു. അതെ, ദൈവത്തിന്റെ കരുണ വളരെ വലുതാണ്. അവ അവന്റെ വചനത്തിലൂടെയും അവന്റെ ദയയിലൂടെയും നമ്മിലേക്ക് വരുന്നു. നമുക്ക് അനുഗ്രഹീതമായ ഉറപ്പ് ആവശ്യമായിരിക്കുമ്പോൾ ആശ്വാസം, രക്ഷാപ്രവർത്തന, വീണ്ടെടുപ്പ്, പുനരുജ്ജീവനം എന്നിവയ്ക്ക് നമുക്ക് ആഗ്രഹിക്കുമ്പോൾ അവൻ അവിടെയുണ്ടെന്ന്, അവന്റെ സ്നേഹ ദയയും ആർദ്രമായ കരുണയും ചുരിയാൻ ഉദാരമായി തയ്യാറാണെന്നും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയും. നമുക്ക് അവനിലേക്ക് തിരിയുവാൻ, അവനിൽ വിശ്വസിക്കാനും കഴിയും. വചനം മുഴുവനും സത്യമാണെന്ന് സങ്കീർത്തനക്കാരൻ ഉറപ്പ് നൽകുന്നു. ഓരോ വിധികളും എന്നേക്കും നിലനിൽക്കുന്നു. അവൻ ദൈവവചനം കേട്ട് വായിച്ച് ഹൃദയത്തിൽ സ്വീകരിച്ച് വിശ്വസിച്ച് അതിൽ ആശ്രയിച്ച് ഒരിക്കലും നിരാശനായിട്ടില്ല. തനിക്ക് എപ്പോഴും ദൈവവചനത്തിൽ ആശ്രയിക്കാൻ കഴിയുമെന്ന് അവനറിയാം. കാരണം അതിലെ ഓരോ വാക്കും എന്നേക്കും നിലനിൽക്കുന്നു. അതിനാൽ അവൻ അത് ഓർക്കുന്നു, അതിൽ മുറുകെ പിടിക്കുന്നു, അതിനെ സ്നേഹിക്കുന്നു, അത് പറയുന്നത് വിശ്വസിക്കുന്നു. തൻ്റെ കാരുണ്യത്താൽ ദൈവം അവനെ പുനരുജ്ജീവിപ്പിക്കുമെന്ന് അവൻ ഉറച്ചു വിശ്വസിക്കുന്നു. സങ്കീർത്തനക്കാരനെ പോലെ നിങ്ങൾ ദൈവവചനത്തിൽ മുഴുകിയിരിക്കുന്നതിനാൽ നിങ്ങൾ ആ ആത്മവിശ്വാസമുണ്ടോ? നാം നിരാശപ്പെടുമ്പോൾ ദൈവവചനം നമ്മുടെ പ്രത്യാശയാണ്. അത് ഇരുട്ടിലെ നമ്മുടെ വെളിച്ചമാണ്. നാം ബലഹീനരായിരിക്കുമ്പോൾ നമ്മുടെ ശക്തി. അതിനാൽ നാം നമ്മുടെ വീണ്ടെടുപ്പ് കണ്ടെത്തുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ബൈബിൾ വായിക്കുകയും പഠിക്കുകയും നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും സൂക്ഷിക്കുകയും അപ്പോൾ സങ്കീർത്തനക്കാരനെ പോലെ നിങ്ങൾക്കും എപ്പോഴും പ്രത്യാശ ഉണ്ടായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം ഞങ്ങളെ ജീവിപ്പിക്കണമേ. നിന്റെ വചനത്തെ പ്രമാണിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമീൻ.